തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ ക്ലോസറ്റിലിട്ടു. തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് സംഭവം. അബോർഷൻ മരുന്ന് കഴിച്ച് ആശുപത്രിയിലെത്തിയ പെൺകുട്ടി ആശുപത്രിയിലെ ശുചിമുറിയിൽ കയറി പ്രസവിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് കൂടിച്ചേരുന്നു. കമലേഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്? കുഞ്ഞിനെ പുറത്തെടുത്തോ അല്ലെങ്കിൽ ആ നടപടികളടക്കം പുരോഗമിക്കുകയാണ്? നിലവിലെ സാഹചര്യം എന്താണ്? ഉമ, ഒരു 15 മിനിറ്റ് മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഫയർഫോഴ്സ് അറിയുന്നത്. അതിന് പിന്നാലെ ഫയർഫോഴ്സ് ഈ SIT ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ അമ്മയും കുഞ്ഞും വിഭാഗത്തിലാണ് ഈ സ്ത്രീ അല്പം വൈകിട്ടോടു കൂടി എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇവർ ഒരു 7:30യോടെയാണ് ഈ തിരുവല്ലം സ്വദേശിനിയായ യുവതി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവർ അവിവാഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ അബോർഷൻ മരുന്നുകൾ കഴിച്ചതിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിയത്. പിന്നീട് ഈ ആശുപത്രിയിലെ ശുചിമുറിയിൽ കയറി വാതിലടക്കുകയും ഇതിനുശേഷം ഈ പെൺകുട്ടി പ്രസവിക്കുകയും ആ കുഞ്ഞിനെ ക്ലോസറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഏതായാലും ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇവർ എങ്ങനെയാണ് ഗർഭിണിയായത്, ഇവരുടെ കൂടെ ആരാണ് എന്നത് സംബന്ധിച്ചൊന്നും നിലവിൽ ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ചില യുവാക്കൾ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അല്പസമയം മുൻപ് ഈ SIT ആശുപത്രിയിൽ അരങ്ങേറിയിട്ടുള്ളത്. ഏതായാലും ഈ കുട്ടിയെ പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഫയർഫോഴ്സ് നടത്തുന്നത്. തീർച്ചയായും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. എന്തായാലും കുട്ടിയെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങളടക്കം പുരോഗമിക്കുകയാണ്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങളുമായി ചേർന്നത്.